മഴക്കാലത്ത് എപ്പോഴും പൂക്കൾ തരുന്ന അക്കമിനീസ് പ്ലാന്റിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അക്കമിനീസ് പ്ലാന്റിൻ്റെ കെയറും അതുപോലെ തന്നെ അതിൻ്റെ പ്രൊപ്പഗേഷൻ രീതിയും അതിൻ്റെ നടീൽ രീതിയുമാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. ഇന്ന് നമുക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നത് ജാൻസി മാഡം ആണ്. ഇതിൻ്റെ പല കളേഴ്സിലുള്ള പ്ലാന്റ്സും ഇപ്പോൾ അവൈലബിൾ ആണ്. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ബൾബ് ഉപയോഗിച്ചാണ് നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യേണ്ടത്. അപ്പം ബൾബ് സാധാരണ നമ്മുടെ ഇവിടെ കേരളത്തിലെ നഴ്സറികളിൽ അധികം കാണാറില്ല. അതുപോലെ ഈ ഒരു പ്ലാന്റും അധികം കാണാറില്ല. അപ്പം ഇത് സെല്ലേഴ്സിനെ നമ്മൾ കണ്ടെത്തുന്ന ഫേസ്ബുക്കിലൂടെയും അതുപോലെ തന്നെ പല സൈറ്റുകളിലൂടെയാണ് കണ്ടെത്തുക. അതിൽ നമുക്ക് ചില പ്ലാന്റ്സ് നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഇതിൻ്റെ ബൾബ് വാങ്ങിച്ചു കഴിഞ്ഞാലോ അത് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാനായിട്ട് കുറച്ച് പ്രയാസമാണ്. അപ്പോൾ അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഇന്ന് ജാൻസി മാഡം പറഞ്ഞു തരും. ഹായ്, ഞാൻ സല്ലു. ഗാർഡനിങ് വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം കാണുന്ന ബെൽ ഐക്കണും കൂടെ എനേബിൾ ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് എല്ലാം കിട്ടുകയുള്ളൂ. ഹായ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ നമ്മുടെ വില്ലനായ കോവിഡ് വന്നതിന് ശേഷം ആദ്യമായിട്ടിടുന്ന, അതായത് കുറച്ച് നാളത്തെ വിശ്രമത്തിന് ശേഷം ആദ്യമായിട്ടിടുന്ന വീഡിയോ കേട്ടോ. ഒത്തിരി വീഡിയോസ് ഇതിൻ്റെ ഇടയിൽ ഒരു 3 വീഡിയോ ചെയ്യാനായിട്ടായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ ഒന്നിനും പറ്റിയില്ല. ഒരു മാസമായിട്ട്, ഒരു മാസത്തിൽ കൂടുതലായി ഞാൻ റെസ്റ്റിലാണ്. ഞാൻ മാത്രമല്ല, വീട്ടിലുള്ള എല്ലാവരും കോവിഡ് വന്നതിന് ശേഷം വീട്ടിൽ റെസ്റ്റിലായിരുന്നു. കുഴപ്പമൊന്നുമില്ല. പക്ഷേ എൻ്റെ സ്വന്തം അമ്മച്ചിക്ക് ചെറിയൊരു ന്യൂമോണിയ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഉള്ളതുകൊണ്ട് ഹോസ്പിറ്റലൈസ്ഡൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവർക്ക് കുറച്ച് വീഡിയോസൊക്കെ സെൻഡ് ചെയ്യാനായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു. ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഞാനൊരു ചെറിയൊരു സമാധാനം കിട്ടിയപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാണ്. വേറെ ഒന്നുമല്ല, നമ്മുടെ മഴക്കാലത്ത് നമുക്ക് സാധാരണ പൊതുവെ ചെടികളിൽ പൂക്കൾ കുറവാണ്. ആ സമയത്ത് നമുക്ക് പൂന്തോട്ടത്തിൽ ഒത്തിരി പൂക്കൾ തരുന്ന ഒരു ചെടിയാണ് അച്ചിമിനാസ്. ഇതിൻ്റെ ഒരു വീഡിയോ ഇതിന് മുമ്പ് ഞാൻ കഴിഞ്ഞ സീസണിലും ഇതുപോലെ ചെയ്തിരുന്നു. അന്ന് ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടൊക്കെ കുറച്ച് കാര്യങ്ങൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. എങ്കിലും കുറച്ച് പേർക്ക് സംശയമുണ്ട്, ഇതിൻ്റെ കമ്പാണോ നടുന്നത് അതോ ഇതിൻ്റെ എന്താണ് നടുന്ന തൈയാണോ എന്നൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ ഇതിൻ്റെ പ്രൊപ്പഗേഷൻ ഒന്ന് പരിചയപ്പെടുത്താനും ഇതേ രീതിയിൽ നമ്മുടെ PVC പൈപ്പിൽ ചെറിയ ചട്ടികളിൽ ഇത്ര മനോഹരമായിട്ട് നമുക്ക് ഈ ചെടി ഉണ്ടാക്കിയെടുക്കാം എന്ന് നിങ്ങളെ ഒന്ന് പുതിയ ആളുകൾക്ക് ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. വളരെ ഈസിയാണ്. മഴക്കാലത്ത് നമ്മുടെ പൂന്തോട്ടത്തിൽ ഈ ചെടികളുണ്ടെങ്കിൽ എപ്പോഴും ഇവർക്ക് എപ്പോഴും തണുപ്പും അതുപോലെ ഒരു കൂളിംഗ് ഏരിയയാണ് ഇഷ്ടം. അപ്പോൾ നമ്മുടെ പിറ്റൂണിയുടെ ചെറിയൊരു പൂക്കളുടെ കളറും ആണ് ഇതിന്. അതേ രീതിയിൽ നല്ല രീതിയിൽ ഭംഗിയായിട്ട് പൂവുണ്ട്. ഇപ്പോൾ പൂവുണ്ടായി കുറച്ച് കഴിഞ്ഞു. ഇപ്പോൾ വീണ്ടും അടുത്ത് പൂവുണ്ടായത് എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല. നല്ല പൂക്കളുണ്ടായിരുന്ന സമയം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് എന്താ പറയുക, പല വെറൈറ്റികളുണ്ട്. നമുക്ക് ഒത്തിരി വെറൈറ്റികളുണ്ട്. പക്ഷേ ഇത് വർഷങ്ങളായിട്ട് 10-12 വർഷമായിട്ട് നമ്മുടെ കൂടെയുള്ള ചെടിയാണ്. ഇതിൻ്റെ മറ്റ് കളർ ചേഞ്ച് ഞാൻ ഓൺലൈനിൽ നിന്ന് ഇതിൻ്റെ കിഴങ്ങ് വാങ്ങി നടാൻ നോക്കി. പക്ഷേ 1-2 കളറേ എനിക്ക് കിട്ടിയുള്ളൂ. പക്ഷേ പൂക്കൾ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനത് അത്ര വിജയിച്ചു എന്ന് പറയുന്നില്ല. പക്ഷേ ഈ നാടൻ വെറൈറ്റി ഇതും അതുപോലെ ഇതിൻ്റെ ലൈറ്റ് കളറും നന്നായിട്ട് നമുക്ക് പിടിച്ചു കിട്ടുന്ന ചെടിയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ചെടിയുടെ ഇത് കണ്ടല്ലോ, ഇപ്പോൾ ഈ ഇതിന് നട്ടിരിക്കുന്ന ഈ ഇത്രയും വലിയൊരു ചെടി വന്നിരിക്കുന്ന ഒരു ചെറിയ മുകുളത്തിൽ നിന്നാണ്. ഇതേപോലെയുള്ളൊരു ചെറിയ മുകുളം, മുകുളത്തിൻ്റെ അടിയിൽ ചെറിയൊരു കിഴങ്ങ് പോലെ ഉണ്ടാവും. ഞാൻ ജസ്റ്റ് ഇതൊന്ന് പറിച്ച് കാണിച്ചു തരാം. ഇത് ശരിക്കും കിഴങ്ങാകുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ ഈ പൂക്കളെല്ലാം കൊഴിഞ്ഞു പോയതിനു ശേഷം മഴക്കാലത്ത് ഇവ റെസ്റ്റ് എടുക്കും മണ്ണിൻ്റെ അടിയിൽ. ആ മണ്ണിൻ്റെ അടിയിൽ ഇത് കിഴങ്ങായിട്ടാണ് ഇതിൻ്റെ വിത്ത് റെസ്റ്റ് ചെയ്യാം. പിന്നെ തണുപ്പ് തുടങ്ങുമ്പോഴേക്കും അത് മുളച്ച് പൊന്തും. അപ്പോൾ ഞാനിതിൻ്റെ വിത്ത് ഞാനൊന്ന് നോക്കട്ടെ. ഞാൻ അതിൻ്റെ കിഴങ്ങും കൂടി കാണിച്ചു തരാം. അതെങ്ങനെയാണ് അതിൻ്റെ പോട്ടി മിക്സും കൂടി പറഞ്ഞു തരാം കേട്ടോ. ഇതുപോലെ നമുക്ക് ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ടും അക്കിമിനാസ് ഇടാം കേട്ടോ. കണ്ടോ, ഇതും ഇതുപോലെ ഹാങ് ആയിട്ട് ചെയ്തിരിക്കുന്നതാണ് അക്കിമിനാസ്. പൂക്കളൊക്കെ ആയി വരുന്നു. കാരണം ഞാനിത് നട്ടിട്ട് കുറച്ച് പൂവുണ്ടായി കഴിഞ്ഞ ശേഷം നമ്മുടെ മഴക്കാലത്തിൻ്റെ പ്രത്യേകത മാറിയല്ലോ, ചൂട് വന്നല്ലോ. ഈ തവണ കുറച്ച് കൂടുതൽ ദിവസം ചൂടുണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്ക് നല്ല മഴയായിരുന്നു. അപ്പോൾ അതിൻ്റെ കാലാവസ്ഥ ഈ പ്രാവശ്യം ശരിയാവാത്തതുകൊണ്ടെന്നാണ് പൂക്കൾ കൂടുതൽ ആയി വരുന്നേ ഉള്ളൂ. ഇപ്പോഴാണ് ഇതിനകത്ത് നിറച്ച് മുട്ടുകളൊക്കെ ഇട്ട് വരുന്നത്. അപ്പോൾ ഞാനിതിൻ്റെ ചുവട് നോക്കിയപ്പോഴേ ഇപ്പോൾ ഈ സമയത്ത് ഇതിൻ്റെ വിത്ത് കുറവാണ്. അപ്പം ഞാൻ ജസ്റ്റ് ഒരു ചുവട് ഞാൻ പറിച്ച് നോക്കി നിങ്ങളൊന്ന് കാണിച്ചു തരാം. കണ്ടോ, ഇതിൻ്റെ അടിയിൽ ഇതുപോലെ ഞാൻ പറിച്ചപ്പോൾ ഇതേപോലെ കിഴങ്ങുകൾ കാണും. ഇതാണ് ഇതിൻ്റെ കിഴങ്ങ്. കാണാൻ പറ്റുന്നുണ്ടോ? ഇപ്പോൾ ആയി വരുന്നേ ഉള്ളൂ.
അപ്പോൾ ഈ കിഴങ്ങുകളാണ് മണ്ണിൻ്റെ അടിയിൽ മഴക്കാലം കഴിഞ്ഞ് കഴിയുമ്പോൾ വേനൽക്കാലത്ത് റെസ്റ്റ് ചെയ്ത് മഴക്കാലം തുടങ്ങുമ്പോൾ അത് പൊട്ടിമുളച്ച് ഒത്തിരി തൈകളായിട്ട് ഉണ്ടോ, ഇതേപോലെ ഒത്തിരി തൈകളായിട്ട് വരും. ഇതെല്ലാം അങ്ങനെ അതിൻ്റെ കിഴങ്ങിൽ നിന്ന് വന്ന തൈകളാണ്. അപ്പോൾ നമ്മൾ ഈ തൈകൾ വരുമ്പോൾ ഇത് ഓരോന്നും നമുക്ക് പറിച്ച് വേറെ ചട്ടികളിലേക്ക് മാറ്റി നടാം. അപ്പോൾ കിഴങ്ങ് എപ്പോഴും ഈ മണ്ണിൻ്റെ അടിയിൽ റെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ അനുവദിക്കണം വേനൽക്കാലത്ത്. ഇതിൻ്റെ പോട്ടി മിക്സ് വളരെ ഈസിയാണ്. നമ്മുടെ പിറ്റോണിയ അതല്ലെങ്കിൽ എപ്പിസിയൊക്കെ നടുന്ന പോലെ ചകിരിച്ചോറും ചാണകപ്പൊടിയും അതുപോലെ നമ്മുടെ എല്ലുപൊടി എല്ലാം ചേർന്ന മിശ്രിതത്തിലേക്ക് നമ്മൾ ഇതേപോലെയുള്ള കൊച്ചു കൊച്ചു തൈകൾ ഇതിൽ നിന്ന് അടർത്തി പറിച്ച് നട്ടാൽ മതി കേട്ടോ. ഇതേപോലെയുള്ള കിഴങ്ങിൽ നിന്ന് ഒത്തിരി തൈകൾ വന്നിട്ടുണ്ടാവും നമുക്ക്. അപ്പോൾ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു തൈകൾ നമ്മൾ നടുന്ന പോട്ടിലേക്ക് ചകിരിച്ചോറ്, മണ്ണ്, അതുപോലെ എല്ലുപൊടി, വേപ്പിമിണ്ണാക്ക്, സാഫൊക്കെ ചേർത്തൊരു മിശ്രിതം, നമ്മൾ സാധാരണ എല്ലാ ചെടികൾക്കും ഉപയോഗിക്കുന്ന അതേ മിശ്രിതം തന്നെയാണ് ഈ അച്ചിമിനാസിനും നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ പ്രത്യേകിച്ച് വലിയ കെയറിംഗ് ഒന്നും വേണ്ട. അത് അതിൽ കിടന്നോളും. അത്യാവശ്യം വെള്ളം കൊടുക്കണം, കാരണം തണുപ്പാണ് ഇവർക്ക് ഏറ്റവും ഇഷ്ടം. ഇത് മറ്റേ എപ്പിസിയോ അല്ലെങ്കിൽ ഫിറ്റോണിയോ ഒക്കെ ചീഞ്ഞു പോണ പോലെ ചീഞ്ഞു പോകില്ല കേട്ടോ. അപ്പോൾ ധൈര്യമായിട്ട് നമുക്ക് 2 നേരം വേനൽക്കാലമാണെങ്കിൽ വെള്ളം ഒഴിക്കാം. ഓക്കെ, ഞാൻ അച്ചിമിനാസിൻ്റെ ഈ നാടൻ വെറൈറ്റി മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ ഉണ്ടായിരുന്നുള്ളൂ വർഷങ്ങളായിട്ട്. പക്ഷേ ഞാൻ അതിൻ്റെ പല വെറൈറ്റികളുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഓൺലൈനിൽ സെർച്ച് ചെയ്ത് ഏതോ ഒരു ഓൺലൈൻ ഗ്രൂപ്പിൽ കഴിഞ്ഞ വർഷം എനിക്ക് ഇതുപോലത്തെ അച്ചിമിനാസ് വിൽക്കുന്ന ഒരു സെല്ലറെ കണ്ടെത്തി. ഞാൻ വിജയിക്കുമെന്ന് അറിയില്ലെങ്കിലും ഒരു 10 കളറ് വിത്ത് വാങ്ങിയിരുന്നു. വിത്തല്ല, ഇതിൻ്റെ കിഴങ്ങ്. ഈ കിഴങ്ങ് വാങ്ങി നമ്മൾ സാധാരണ ഇതിൻ്റെ പൊട്ടി മിശ്രിതമൊക്കെ പറഞ്ഞ് ചെയ്ത പോലെ തന്നെ ചകിരിച്ചോറും ചാണകപ്പൊടിയും അതുപോലെ കിഴങ്ങ് നട്ടിടുമ്പോൾ നമ്മൾ വേറെ വളമൊന്നും ചേർക്കണ്ട. ചകിരിച്ചോറും മണ്ണും മാത്രം മതി. അതിനകത്ത് നട്ടിട്ടു. പക്ഷേ എല്ലാം മുള വന്നു. എങ്കിലും 3 കളറാണ് എനിക്ക് വിജയിച്ച് കിട്ടിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ആ സെല്ലറെ പിന്നെ എനിക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റിയില്ല. കാരണം അങ്ങനെ നമ്മളിങ്ങനെ ഓൺലൈനിൽ സെർച്ച് ചെയ്തപ്പോൾ കണ്ടതാണ്. അപ്പോൾ അവർ നമ്മൾക്ക് അത് ഗൂഗിൾ പേ ചെയ്ത് പൈസ കൊടുക്കാൻ പറഞ്ഞു. നമ്മൾ പൈസ കൊടുത്ത് അതിന് ശേഷം അവരെ വിത്ത് അയച്ചു തന്നു. പിന്നെ ഇപ്പോൾ അവർ സെയിലില്ല എന്നാണ് പറഞ്ഞത്, വിജയിച്ചില്ല എന്ന് പറഞ്ഞപ്പോൾ. പക്ഷേ ഒത്തിരി പേർക്ക് കിട്ടിയെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളിങ്ങനെ ഓൺലൈനിൽ സെർച്ച് ചെയ്താൽ ചിലപ്പോൾ ഈ അച്ചിമിനാസിൻ്റെ വെറൈറ്റി കളറുകൾ കിട്ടാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ നിങ്ങളൊന്ന് അറിയിക്കുകയാണ്. എന്താ പറയുക, ഈ അച്ചിമിനാസ് പോലെയുള്ള ചെടികളൊക്കെ നഴ്സറികളിൽ കിട്ടൽ കുറവാണ്. ഇതിനു മുമ്പുള്ള പല വീഡിയോസിലും നിങ്ങൾ കണ്ടു കാണും എൻ്റെ PVC പൈപ്പിൽ ഞാൻ എങ്ങനെയാണ് ചട്ടികൾ ഫിറ്റ് ചെയ്യുന്നതെന്നും അതുപോലെ അതിനകത്ത് എങ്ങനെ ചെടി നടുന്നതെന്നും. അപ്പോൾ ഇതുപോലെ PVC പൈപ്പുകളിൽ കുറച്ച് വലുപ്പമുള്ള ചട്ടികൾ അച്ചിമിനാസിന് എടുക്കുന്നതായിരിക്കും നല്ലത്. അതിനകത്ത് നമ്മൾ പറഞ്ഞ പൊട്ടി മിശ്രിതം, അതായത് ചകിരിച്ചോറ്, മണ്ണ്, ചാണകപ്പൊടി, എല്ലുപൊടി എല്ലാം ചേർന്ന മിശ്രിതം നമ്മൾ നട്ട് അത്രയും മതി വളം ഈ ചെടികൾക്ക് കേട്ടോ. അത് ഈ പോട്ടിലേക്ക് വെച്ചതിന് ശേഷം നമ്മൾ PVC പൈപ്പിൽ ഇതുപോലെയുള്ള ചെറിയ ചെറിയ ചട്ടികളിൽ ഈ മുളച്ച് നിൽക്കുന്ന തൈകൾ അല്ലെങ്കിൽ നമ്മൾ കിഴങ്ങ് വാങ്ങുകയാണെങ്കിൽ ആ കിഴങ്ങ് അതിനകത്ത് പാകിയിട്ടാൽ മതി. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ട് വന്നോളും. നമ്മൾ ഇടയ്ക്ക് പൂക്കളുണ്ടാവാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന പോലെ 19 നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഗ്രീൻ കെയർ ഒക്കെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഒത്തിരി പൂക്കൾ കിട്ടും. അപ്പോൾ അതാണ് ഇതിന് നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ. നമ്മൾ അടിവളമായിട്ട് വേറെ ഒന്നും അധികം കാര്യമായിട്ട് കൊടുക്കണ്ട. നമ്മൾ കൊടുക്കേണ്ടത് നമ്മൾ ഗ്രീൻ കെയർ അതുപോലെ 19 ഒക്കെ വല്ലപ്പോഴും സ്പ്രേ ചെയ്ത് കൊടുക്കാം. നല്ല രീതിയിൽ പൂക്കളുണ്ടായി കിട്ടും കേട്ടോ. അപ്പോൾ ഇത് നിങ്ങളൊന്ന് കിട്ടുകയാണെങ്കിൽ ഇതുപോലെ ഒന്ന് നട്ട് നോക്കൂ. ഇതാണ് ഞാൻ ഓൺലൈനിൽ വാങ്ങിയ വിത്തുകൾ. വിത്ത് എന്ന് പറഞ്ഞാൽ കിഴങ്ങ് വാങ്ങിയിട്ട് നമ്മൾ ഇതുപോലെ പോട്ടിൽ നട്ടിട്ട് ഉണ്ടായ വെറൈറ്റി കളറുകൾ കേട്ടോ. ഒരു 3 കളറാണ് എനിക്ക് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഇതെന്താ വെച്ചാൽ പൂക്കൾ കുറവാണ്, അതുപോലെ ഇതിൻ്റെ വളർച്ചയും കുറവാണ് ചെടിയുടെ. നമ്മുടെ നാടൻ അച്ചിമിനാസിൻ്റെ പോലെ വളരുന്നില്ല. അപ്പോൾ ഓൺലൈനിൽ നിന്ന് വാങ്ങി നന്നായിട്ട് നട്ടാൽ ഒത്തിരി പേർക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ എനിക്ക് എന്തോ അത് ശരിയായി കിട്ടിയില്ല. അതുപോലെ നമ്മൾ ഏത് ചെടിയായാലും ഇതുപോലെ നല്ല മനോഹരമായിട്ട് PVC പൈപ്പുകളിലോ അല്ലെങ്കിൽ ചെറിയ ചെറിയ പോട്ടുകളിലോ ഹാങ്ങിങ് പോട്ടുകളിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒത്തിരി മനോഹരമാണ്. ചെടി ഏതും ആയിക്കോട്ടെ, നമ്മൾ അവിടെ ഇവിടെയും പുല്ല് പിടിച്ചു കൊടുത്തും അല്ലെങ്കിൽ കണികണ്ട ചെടിച്ചട്ടികളിലും അല്ലെങ്കിൽ താഴെയൊക്കെ നട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അഭംഗിയാവും അത്. അതിലും എത്രയോ നല്ലതാണ്. എത്ര ചെറിയ ചെടിയായാലും നിസ്സാര ചെടിയായാലും നമ്മളിതുപോലെ നല്ല ഭംഗിയായിട്ട് ക്രിയേറ്റീവായിട്ട് നമുക്ക് PVC പൈപ്പുകളിലോ അല്ലെങ്കിൽ ഹാങ്ങിങ് പോട്ടുകളിലോ നല്ല ഭംഗിയായിട്ട് ഇതുപോലെ ചെയ്തിട്ടാൽ ഒത്തിരി മനോഹരമായിരിക്കും കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിലുള്ള എല്ലാ ചെടികളും ഞാൻ നടുന്ന ഒരു രീതിയാണ് ഇച്ചിരി മനോഹരമായിട്ട് നിങ്ങൾക്കൊക്കെ തോന്നുന്നത്. പലരും പറയാറുണ്ട് ഏത് ചെടിയായാലും നമ്മൾ അവയെ ഒന്ന് നല്ല ഭംഗിയായിട്ട് നട്ട് നല്ല രീതിയിൽ ഹാങ് ചെയ്തോ അല്ലെങ്കിൽ കാണാവുന്ന നല്ല ലുക്കിൽ വയ്ക്കാം. അതാണ് ഇതിൻ്റെയൊക്കെ ഒരു പ്രത്യേകത. അപ്പോൾ ഇനി അടുത്ത ഒരു നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം. ഓക്കെ.